നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചോതി നക്ഷത്രത്തെ കുറിച്ചാണ്. ചോതി നക്ഷത്രക്കാരുടെ 2025 വർഷത്തെ അവസാന 10 നാളുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഈ 10 നാളുകളുടെ ഫലങ്ങളെ അപേക്ഷിച്ചിരിക്കും 2026 വരവേൽപ്പ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ചോതി നക്ഷത്രക്കാർക്ക് ഈ 2025 അവസാനം, അതായത് ഡിസംബർ അവസാനം 10 നാളുകളില് വിദഗ്ധ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് സമയബന്ധിതമായിട്ട് മുതൽ മുടക്കി കർമ്മമണ്ഡലങ്ങളില് ചില മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ രീതിയിൽ ബിസിനസ് ഒക്കെ ആരംഭിക്കുവാൻ അല്ലെങ്കിൽ വിപുലപ്പെടുത്തുവാനൊക്കെ ഒരു അവസരം വന്നു ചേരുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാനൊക്കെയുള്ളൊരു യഥാർത്ഥ സമയം വരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും ആത്മാഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നതാണ്. സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിങ്ങൾ വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സമയം കൂടിയാണ്. അതിപ്പം തൊഴിലിലായാലും ബിസിനസ്സിലായാലും നിങ്ങളുടേതായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തുന്നതാണ്. പുതിയ കരാറ് ജോലിയിലൊക്കെ ഒപ്പുവയ്ക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഈ കരാറ് ജോലിയിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഒപ്പുവയ്ക്കുക. കാരണം ചില കരാറുകളിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾ തൊഴിൽ മേഖലയിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയമാണ്. ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തൊഴിൽ ചെയ്യുവാനുള്ള തീരുമാനമൊക്കെ നിങ്ങൾ എടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഇത് നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധ ചെലുത്തുവാൻ വേണ്ടിയാണ്. അത് വളരെയധികം വിജയമായിരിക്കുകയും ചെയ്യുന്നതാണ്. വിദേശത്ത് ജോലിയുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. ഒരു തൊഴിൽ മാറ്റത്തിനുള്ള ഒരു സമയമൊക്കെയാണ്. ആഗ്രഹിക്കുന്ന തൊഴിലിലേക്കൊക്കെ മാറുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വിജയം അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. ഈ ഡിസംബർ അവസാന ഭാഗത്തില് ചോതി നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ടത്, കരാറുകളൊക്കെ ഏറ്റെടുക്കുന്ന ആളുകൾ കരാറുകൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഏറ്റെടുക്കുക. ചോതി നക്ഷത്രക്കാർ ഇക്കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ്. സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം ഗുണങ്ങളാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സർവ്വഭാവങ്ങളും പരിഹരിക്കുന്നതിനും സർവ്വദോഷങ്ങളും മാറുന്നതിന് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വർഷ അവസാനത്തിന് മുമ്പ് അന്നദാനം നടത്തുക. അത് കൃത്യമായിട്ടുള്ള ആളെ കണ്ടെത്തി വേണം ചെയ്യുവാന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 2026 വളരെ ശുഭകരമായിട്ട് നിങ്ങൾക്ക് വരവേൽക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. എല്ലാ ഭാവങ്ങളും എല്ലാ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.